ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫ്ലവറാണ്. ഇത് അടുക്കളയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അലങ്കാര പൂവാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വെളുത്തുള്ളിയുടെ തൊലി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവറാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുമാണ് കാണാൻ. അതിന് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലി എടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ടിഷ്യൂ അതിൻ്റെ അറ്റത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഗ്ലൂ, പിന്നെ സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കളറും യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് അത് സ്കെച്ച് കൊണ്ട് കളർ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. കാരണം ആ വെളുത്തുള്ളിയുടെ തൊലിയിലുള്ള ഒരു വര പോലെയുള്ളതൊക്കെ ഇങ്ങനെ ശരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണും സ്കെച്ച് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ സ്കെച്ച് പെന്നുകൊണ്ടാണ് ഈ കളർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയുടെ തൊലിയിൽ നിന്ന് നമുക്ക് നല്ല പെറ്റൽസ് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, ഇത് പെട്ടെന്ന് അങ്ങോട്ട് കീറിപ്പോകും. ഈ സ്റ്റിക്കിൻ്റെ മേലെ ചുറ്റാൻ ഒരു പച്ച ടാപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ പച്ച ടാപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിതിൽ ടാപ്പ് ചുറ്റിയിട്ടില്ല. അതിൽ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ തേച്ച് ആ ടിഷ്യൂ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം അറ്റത്ത്. അതൊന്ന് ഉണങ്ങുന്നത് വരെ അവിടെ വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ പെറ്റൽസിനൊക്കെ കളർ കൊടുക്കാം. കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കളർ കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ സ്കെച്ചിൻ്റെ നിബ്ഭാഗം തട്ടിയിട്ട് പെറ്റൽസ് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെല്ലെ സാവധാനം വേണം അതിന് കളർ കൊടുക്കാൻ. അതിൽ സ്കെച്ച് കൊണ്ട് കളർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈനുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും, നല്ല ഭംഗിയാണ് കാണാൻ.
അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റിക്കിലേക്ക് ഈ ഓരോ പെറ്റൽസും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന സാധനമാണ്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.